ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. ഈസ്റ്റർ കഴിഞ്ഞുള്ള മൺഡേ ഞാൻ ഓർത്തു ഇനിയിപ്പം എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പം കുർബാനയുടെ സമയമായപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ കാൽക്കൽ ഒരാളിരിക്കുന്നു. അത് ഈശോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, ഈശോയെ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, നീ എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ടായിരുന്നല്ലോ, ഇന്നെന്താ വരാത്തെ? ഞാൻ പറഞ്ഞു, കർത്താവേ അതിനിപ്പം നൊയമ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ഈ വെള്ളി ശനി ഞായറൊക്കെ വന്നാൽ പോരെ? അപ്പോൾ ഈശോ എന്നെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നാളെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നാഗമ്പടം മൈതാനിയിൽ വരും എന്ന് കേട്ടാൽ നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അതിന് ഞാനിപ്പോൾ ഇന്ന് തന്നെ പോകും കർത്താവേ, ഫ്രണ്ടിൽ തന്നെ സ്ഥലം പിടിക്കും. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പനെ ഒന്ന് നേരി കാണണമെന്നുള്ളത്. അപ്പോൾ കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പേനെക്കാളും വലിയവനാണോ ഞാൻ? ഞാൻ പറഞ്ഞു, ഓ കർത്താവ്, നീ കർത്താവല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ഞാനല്ലേ എല്ലാ ദിവസവും പള്ളിയിൽ ആൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ വരുന്നത്, എന്നെ നിനക്ക് കാണണ്ടേ? ഞാൻ പറഞ്ഞു, ഓ കർത്താവ്, ഉറപ്പായും എനിക്ക് കാണണം, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പള്ളിയിലോട്ട് ഓടി. ഇത് 1995 ഈസ്റ്റർ മൺഡേയാണ് സംഭവിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഒറ്റ ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് മുടക്കിയിട്ടില്ല. കാരണം കർത്താവിന് എന്നെ കാണണമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പോകും, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.